ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വരലുണ്ട് അല്ലേ? അതായത് ഓരോ സമയത്തും നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ അപ്ഡേറ്റ് കാണിക്കും അല്ലേ? അത് ഇവർ കൊണ്ടുവരുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ? അങ്ങനെ ചോദിച്ചാൽ ഉത്തരമായിട്ട് എന്താ പറയാനുള്ളത്? അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ഷോപ്പ് നടത്തുകയാണ്. ആ ഷോപ്പിൽ നമ്മൾ പുതിയ പുതിയ ഐഡിയാസും അതുപോലെ തന്നെ പുതിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും കൊണ്ടുവരുന്നത് എന്തിനാ? ഈ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? കസ്റ്റമേഴ്സ് അല്ലേ? അപ്പൊ ഈ കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പുതിയ പുതിയ ടെക്നിക്സ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത് അവരുടെ യൂസേഴ്സിന് കൂടുതലും കംഫർട്ടബിൾ ആക്കാനും ഫ്രണ്ട്ലി ആക്കാനും വേണ്ടിയിട്ടാണ്. യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ തന്നെ അത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു R&D ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം കഷ്ടപ്പെട്ട് ഓരോരോ ടെക്നിക്സ് കൊണ്ടുവരുന്നത്. നമ്മൾ വളരെ സില്ലി ആയിട്ട് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർ വളരെയധികം റിസർച്ച് നടത്തി കൊണ്ടുവരുന്നത്. അതിൽ പുതിയതായിട്ടൊരു ഫീച്ചർ വന്നിട്ടുണ്ടല്ലോ, അതെന്താണ് ആ ഫീച്ചർ? ഈ പോസ്റ്റിലും റീൽസിലൊക്കെ നമുക്ക് ഇനി നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ആയിട്ട്, ഇമോജീസ് ആയിട്ടൊക്കെ. അതായത് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ ആണല്ലേ ആ ഒരു റീൽസിനോട് അല്ലെങ്കിൽ പോസ്റ്റിനോട്. ഇപ്പോൾ ഒരു യൂസർ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നോ എന്നൊരു കാര്യത്തിൽ. അതുപോലെ തന്നെ സ്ക്രീനിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു എഡ്ജിലായിട്ട് ഇങ്ങനെ കാണിക്കും, നല്ല അടിപൊളിയായിട്ട്. പക്ഷെ ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ മ്യൂച്വലി ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഹിബ, നമ്മുടെ ഒരു കോമൺ, ഇപ്പൊ അലീമയുടെ ഒരു റീലിന് ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനും ഹിബയും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ അലീം അപ്ലോഡ് ചെയ്ത ഒരു റീലിന് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഒരു നോട്ട് കൊടുത്ത് അത് ഹിബക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നെയും അലീമയും ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് റീൽ എടുത്തു നോക്കുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി പറ്റില്ല. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ കെൻവി ഡിജിറ്റൽ അക്കാഡമി.